നമുക്കൊരു സ്ഥാനം കിട്ടാനോ നമ്മൾ വലിയ മഹാസംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾക്ക് ഒരിക്കലും ഞാൻ യോജിക്കാറില്ല. പ്രസിഡന്റ് അറിയാതെ ഇനി ഒരു ചലനം ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. അത് സഹിക്കാൻ വയ്യാത്തത് പുറത്തു പോകുക, ഇതെന്റെ അപേക്ഷയാണ്. ഈ ശ്വേതാന്ത് കേട്ടപ്പോൾ ഭയങ്കര അഭിമാനമല്ലോ കഴിച്ചു. ഞാൻ വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം പറയാറുണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ 100 അംഗങ്ങളിൽ ഒരാളാണ് ഞാൻ സുഹൃത്തിൻ്റെ സംഭവം കാണും. പക്ഷേ എനിക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു ഇടവേളഭാവമുള്ള കാലത്തെ കെട്ടിടം ഉണ്ടാക്കി വാങ്ങിച്ചു പിടിച്ചതൊക്കെ കേട്ടെങ്കിലും ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് 54 വർഷത്തെ സർവീസായി സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ സജീവ താരം എന്നല്ല എൻ്റെ അർത്ഥം. ഇപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട സംവിധായകൻ ഇഷ്ടപ്പെട്ട അന്തരീക്ഷത്തിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ പോകുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് അമ്മ എന്ന സംഘടനയുടെ ഗേറ്റ് കിടന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോഴാണ് ഈ കെട്ടിടം കാണുന്നത്. സത്യപ്പെട്ട അതിൻ്റെ പ്രധാന കാരണം ശ്വേതയും ചിനിയുമാണ്. സത്യം പറഞ്ഞാൽ ജനുവരിയിൽ ഇങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നതൊക്കെ ശ്വേതയുടെ ഒരു സംസാര മധ്യേ എനിക്ക് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചത് എന്താ അത് വേണ്ടെന്ന് വെച്ചത് എന്നൊക്കെ എനിക്ക് വിഷമം തോന്നി. കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് പെൻഷൻ, മരുന്ന് കൊടുക്കൽ, അതായത് അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആഘോഷങ്ങളുടെ എണ്ണം കുറച്ചിട്ട് ആവശ്യക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് സേവനം നൽകുക. നമ്മൾ എവിടെങ്കിലുമൊക്കെ കൊണ്ടുപോയി വലിയ കുറേ ആൾക്കാരെ വിളിച്ചു വരുത്തി ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിക്കുക. അതിൻ്റെ പേരിൽ ഞാൻ ഈ അടുത്ത് പറഞ്ഞു, ഓരോ സർക്കാർ മാറുമ്പോൾ നമുക്ക് ചെന്ന് പറയുമ്പോൾ സ്ത്രീകളല്ലേ പിന്നെ എന്നൊക്കെ പറയും. പക്ഷേ അതിനൊക്കെ പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് അത് ഒഫീഷ്യൽ തലത്തിൽ ചർച്ചാ വിഷയമൊക്കെ ആകുമ്പോഴാണ് ഞങ്ങളൊക്കെ പലപ്പോഴും അറിയുന്നത്. ഏതായാലും ഇതൊരു നല്ല സംരംഭമാണ്. ഇതുപോലെ ഞാൻ ആദ്യമായിട്ട് ശ്വേതയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യാൻസർ കെയറിൻ്റെ കാര്യം. ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ 2 ഹോസ്പിറ്റലിൽ ഞാൻ അസോസിയേറ്റ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ഒരുപാട് പേര് അതൊന്നും ഞാൻ പേപ്പറിൽ കൊടുക്കാനോ പരസ്യപ്പെടുത്തിയിട്ടില്ല. അത് പ്രത്യേകിച്ച് അവരോട് പറയുന്നുണ്ട്. കാരണം 4 ഹോസ്പിറ്റൽസ് ഇൻക്ലൂഡിങ് ഇപ്പോൾ കൊച്ചി തുടങ്ങുന്ന ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ one of the leading ഡയറക്ടേഴ്സാണ് എൻ്റെ ബ്രദർ, എൻ്റെ ഒരേ ഒരാളെ ഡോക്ടർ എം വി പിള്ള, നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു 4-5 പേരെയൊക്കെ നമുക്കൊരു വർഷം ഫ്രീ ആയിട്ട് കൊടുക്കാം. അത് വേണം, കാരണം ക്യാൻസർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും വരുന്നൊരു അസുഖമാണ്. അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിനെ എല്ലാവർക്കും ഭയങ്കര ഭയവുമാണ്. വന്നാൽ രക്ഷപ്പെടുമോ എന്നുള്ള ഒരു ഭയം, ആശങ്ക, സംശയം, ട്രീറ്റ്മെൻറ്റ് ശരിയാണോ എന്നുള്ള ഒരു സംശയം. ഇന്നലെ ഞാൻ നമ്മുടെ ചെറിയ ഹോസ്പിറ്റലിൽ സാറിൻ്റെ അടുത്ത് ഞാൻ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാറ് ഭയങ്കര പിടിക്കാം. എനിക്കായിരുന്നു 20 വർഷമായിട്ട് ഒരാൾ മകളുടെ നടന്ന സംഭവമാണ്. എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരി ദോഹയിലുള്ള ഷീല എന്ന് പറയുന്ന ഷീലയുടെ സിസ്റ്റർ പോവുകയാണ്, ഇന്നോ നാളെയോ മരിക്കും എന്ന് പറഞ്ഞിട്ട് വയസ്സായ അച്ഛൻ ഖത്തറിൽ നിന്ന് വരുന്നു. വന്നപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ട് ഇപ്പോൾ കായംകുളത്തവർ സകല ജോലിയും ആൾക്കാർ എൻ്റെ ചേട്ടൻ തന്നെ വിചാരിച്ചു രക്ഷപ്പെടില്ല. പക്ഷേ ഇത് വേ ദേ ഹാവ് ട്രീറ്റഡ് ഹർ, അതിൻ്റെ കറക്റ്റ് മെത്തേഡ് പോയി കഴിഞ്ഞാൽ പല സീരിയസ് ക്യാൻസറുകളിൽ നിന്നും ഭേദമാണെന്നുണ്ട്. പക്ഷേ അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ ആരോഗ്യരംഗം അല്ലേ, അല്ലെങ്കിൽ ഈ സാമ്പത്തികമായിട്ട് മുന്നോക്കം വയ്ക്കുന്നത്, ഇപ്പം കാശ് എന്ന് പറഞ്ഞാൽ ആരും വലിയ കോടീശ്വരന്മാരൊന്നുമല്ല. എല്ലാവരും പല വഴിയിൽ ബിസിനസ് ചെയ്തു പല രീതിയിൽ കൂടെ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒക്കെ കാശ് വാങ്ങിക്കുന്നവരാണ്, ഉണ്ടാക്കുന്നവരാണ്. അതെല്ലാവർക്കും നടക്കില്ല. ചിലപ്പോൾ ചില അമ്മമാർക്ക് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അപ്പോൾ അവർക്ക് വേണ്ടി അങ്ങോട്ട് ചിലവാക്കണം അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക പരിമിതികൾ ഒരുപാട് വരുമ്പോൾ ഒരു സംഘടനയിൽ നിന്നും ഒരു പെൻഷൻ അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനുള്ള പൈസ അല്ലെങ്കിൽ ആശുപത്രി കയറുമ്പോഴുള്ള ചിലവ്, ഇതൊക്കെയാണ് ഒരു വെൽഫെയർ സംഘടന പോലെ നിൽക്കേണ്ട ഒരു സംഘടന ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കൊരു സ്ഥാനം കിട്ടാനോ നമ്മൾ വലിയ മഹാസംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾക്ക് ഒരിക്കലും ഞാൻ യോജിക്കാറില്ല. കാരണം ഈ നടത്തിയവരും നടത്താൻ പറഞ്ഞവരും തന്നെ പിന്നീട് അതിനെ പരാമർശിച്ച് എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഞാനത് മനഃപൂർവ്വം പരസ്യമായിട്ട് തിരിച്ചു ചോദിക്കുന്ന ആളുമാണ്. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ച് നടക്കാത്തതുകൊണ്ട് ആരോടും എന്തും എപ്പോഴും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചപ്പോൾ നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ എന്തായാലും എനിക്ക് ശ്വേതയുടെ വലിയ സന്തോഷമുണ്ട്. ജനുവരിയിൽ പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴെങ്കിലും ശ്വേതയ്ക്ക് നടത്താൻ സാധിച്ചല്ലോ എന്നുള്ളതിന് എല്ലാ അർത്ഥത്തിലും ശ്വേത അഭിനന്ദനം അർഹിക്കുന്നു.
അതിനോടൊപ്പം നിന്ന് മറ്റ് ഭാരവാഹികളോടും സന്തോഷമുണ്ട്. ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ തുടർന്നും അമ്മ സംഘടനയിൽ നടക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ചുവരക്കുള്ളിൽ ഒതുങ്ങണം. അത് ഉച്ചഭാഷയിലൂടെയോ ക്യാമറയിലൂടെയോ പൊതുജനത്തെ അറിയിച്ചിട്ടും കാര്യമില്ല. നമ്മളൊക്കെ തമ്മിൽ ഒരു കാര്യമില്ല, എന്നാലും ധാരണ ഭയങ്കര അടിയാന്നൊക്കെയാണ്. ഒരു കാര്യമില്ല. അപ്പോൾ ഒരു കുടുംബത്തിലടി ഉണ്ടാവില്ലേ, ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ തന്നെ അഭിപ്രായ വ്യത്യാസം വരും. പക്ഷേ അത് ആ വീട്ടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങണം. അപ്പം അത് റെക്കോർഡ് ചെയ്യുക, സ്വദേശത്തും വിദേശത്തും പിടിപ്പിക്കുക, ഇതൊക്കെയാണ് തെറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതുവരെയുള്ള സംഭവങ്ങളൊക്കെ വിട്ടിട്ട് ഇതൊരു നല്ല തുടക്കമാട്ടെ. കാഴ്ചയിലൂടെ തുടങ്ങുക, ഉൾക്കാഴ്ച കൂടെ ഉണ്ടാവണം എല്ലാവർക്കും. എന്തിനുള്ള സംഘടനയാണ്, എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ടത്? അപ്പോൾ അതെല്ലാ അർത്ഥത്തിലും പരിപൂർണമായിട്ട് കൊണ്ടുകൊണ്ട് പോരാൻ ഇത്രയും നല്ലൊരു ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ സഹകരണം എല്ലാം കിട്ടുമ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇതുപോലെയുള്ള മറ്റ് പല ഹോസ്പിറ്റൽസുമായിട്ട് ഒരു ടൈപ്പ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. അതിനിപ്പോൾ ആർക്കും പേരെടുക്കണ്ട. നിങ്ങളിൽ ആരെങ്കിലും ഒരാളവിടെ ചെന്നാൽ മതി. പുറത്തു നിന്ന് പണിയാൻ പോലും ഞങ്ങളെപ്പോഴുള്ളവർക്ക് സാധിക്കും. എന്തായാലും എല്ലാം കൊണ്ടും ഒരു നല്ല തുടക്കമാകട്ടെ. ശ്വേതയെടുത്ത് ഞാൻ പറഞ്ഞത് ശ്വേത ഷുഡ് ബി ടു ഗോ സ്ട്രോങ്. ശ്വേത കുറച്ചുകൂടി എനിക്ക് ശ്വേത എന്ന് കേട്ടപ്പോൾ ഭയങ്കര അഭിമാനമല്ലോ. ഷീ ക്യാൻ മാനേജ് സോ മെനി തിങ്സ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം ശ്വേതയ്ക്ക് സാധിക്കും. പക്ഷേ ശ്വേതയ്ക്ക് ചിലപ്പോൾ വളറബിളാകുന്നതിൻ്റെ കാര്യം കുടുംബത്തിനകത്തൊരടി വേണ്ട എന്ന് വിചാരിച്ചിട്ടാവാം. ഞാനത് കുറ്റം പറയില്ല. പക്ഷേ ശ്വേത, നിങ്ങളുടെ ഒരാൾ സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത് പോലും ചേച്ചിയെ കണ്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കും ശ്വേത വന്നോ? ശ്വേത വന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കും ശ്വേത എന്താ പറഞ്ഞത്? അതുപോലെ എല്ലാ കാര്യത്തിലും പ്രസിഡന്റിൻ്റെ ഒരു അറിവ് വേണം. കാരണം ഞങ്ങളൊക്കെ എടുത്തു പറയുന്ന പേര് ശ്വേതയുടെ, അത് ട്രഷററും സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയും ഒന്നും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭാരവാഹികളാണ്. ഇപ്പം ഞാനിന്ന് വലിയ 3 സംഘടനയുടെ കോട്ടയത്ത് നടന്ന ഒരു ഓട്ടിസം സ്കൂളിൻ്റെ ഒരു ഡയറക്ടറാണ്. ഞാൻ ആരോടെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അമേരിക്കയിലുള്ള 2 പേരൻസിൻ്റെ കുഞ്ഞുങ്ങളെ വരെ അവിടെ കൊണ്ട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ പുരാണ ഗ്രന്ഥങ്ങളിലും എല്ലാ ദൈവികമായ സ്ഥാപനങ്ങളിലും പഠിപ്പിക്കുന്നത് എന്താ? വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയുന്നതാണ്. അതുകൊണ്ട് അതിനൊരു പ്രയോജനമുള്ളൂ. അതുകൊണ്ടേ അതിന് നമുക്ക് മാനസികമായിട്ടും ദൈവികമായിട്ടും ഒക്കെ ഉള്ളൊരു സന്തോഷവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവുള്ളൂ. അത് തുടർന്നു പോവുക. പ്രസിഡന്റ് അറിയാതെ ഇനി ഒരു ചലനം ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. അത് സഹിക്കാൻ വയ്യാതെ പുറത്തു പോവുക. ഇതെൻ്റെ അപേക്ഷ. സത്യം പറയാം. കാരണം നല്ലൊരു സംഘടന എന്തിനും നമ്മൾ നാട്ടുകാരെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്താ ചേച്ചിയുടെ പ്രശ്നമൊക്കെ. അപ്പോൾ ഇവിടെ പറയേണ്ട കാര്യങ്ങളില്ല, ചെറിയ കാര്യമായിരിക്കും. ഞാൻ 2 പേരും എനിക്ക് 2 ചോക്ലേറ്റേ കിട്ടിയുള്ളൂ, അവർക്ക് 3 കൊടുത്തു എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ ഗൗരവം. പക്ഷേ പുറത്തുള്ളവർ ധരിക്കുന്നത് വേറെ കണ്ടൊക്കെയാണ്. ആ ധാരണകൾ തിരുത്താൻ നിങ്ങൾ മാത്രം വിചാരിച്ചിട്ടേ നടക്കുള്ളൂ. ഞങ്ങളെപ്പോലുള്ളവർക്ക് ചോദിക്കുമ്പോൾ ഇതുപോലെ ഇതിനെ പറഞ്ഞ് ചാനലിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്നത് വെച്ചല്ലേ സംസാരിക്കാൻ കൂടെ എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും ശരി, ഈ ഒരു തുടക്കം ഞാൻ സൂചിപ്പിച്ചതുപോലെ നേർക്കാഴ്ച മാത്രമല്ല ഉൾക്കാഴ്ച കൂടി കുറച്ച് മെച്ചപ്പെടുത്താൻ ഓരോ ഭാരവാഹിക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒപ്പം ഈ ഐ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു നല്ല പ്രവൃത്തിക്ക് അവർക്ക് എല്ലാ ഈശ്വരാധീനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.